സെൻട്രൽ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ടോപ്പിക്കാണ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ലൈറ്റിനെ കുറിച്ചുള്ള പഠനം, അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ലൈറ്റിനകത്ത് ആദ്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനത്തിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്സ്. എന്താണ്? ഒപ്റ്റിക്സ് എന്നാണ് ലൈറ്റിന്റെ പഠനത്തിന് പറയുന്ന പേര്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ലൈറ്റ് ഏത് ടൈപ്പ് വേവ് ആണെന്നാണ്. ഏത് ടൈപ്പ് വേവ് ആണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്തെന്ന് പറയുക? ലൈറ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എന്ത്, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു സയന്റിസ്റ്റ് വന്നു അല്ലേ? ആ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? മാക്സ്വെൽ ആണ്. എന്താണ്? മാക്സ്വെൽ ആണ് സയന്റിസ്റ്റ് who proved that light is an electromagnetic wave. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് മാക്സ്വെൽ. ഇനി നോക്കിയേ, അടുത്ത പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലായിരിക്കും ലൈറ്റ് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇതാണ്, ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണോ? അല്ല. എന്താണ്? ലൈറ്റിന് എന്താണ്? വളരെ രീതിയിൽ സ്പീഡിൽ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പീഡിൽ മൂവ് ചെയ്യുന്ന മീഡിയം ചോദിച്ചാൽ എന്താണ്? വാക്വം ആണ്. വാക്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് വാസ് ഫസ്റ്റ് മെഷേർഡ് ബൈ. ആദ്യമായിട്ട് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയും? റോമർ ആണ് ആദ്യമായിട്ട് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത സയന്റിസ്റ്റ്. ക്ലിയർ ആണോ? ഈ പോയിന്റ്സ് എല്ലാം എന്താണ്? എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. സ്റ്റഡി ഓഫ് ലൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് ഏത് ടൈപ്പ് വേവ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേര്, ലൈറ്റിന്റെ സ്പീഡ്, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന സ്പീഡ്, ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഇതാണ്, ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് ടു റീച്ച് എർത്ത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡും. ഈ ടൈം കൊണ്ടാണ് എന്ത് ചെയ്യുക? സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡിൽ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തായിരിക്കും? 500 സെക്കൻഡ് ആയിരിക്കും സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയം. ക്ലിയർ ആണോ? ഈ 2 പോയിന്റ്സും പഠിച്ചു വെച്ചേക്കുക. മിനിറ്റ്സിൽ പറയുവാണെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും. സെക്കൻഡിൽ മാത്രം പറയുകയാണെങ്കിൽ 500 സെക്കൻഡുമാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ്, ടൈം ടേക്കൺ ബൈ മൂൺ ലൈറ്റ് ടു റീച്ച് എർത്ത്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ് ടൈം മതി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താനായിട്ട്. ഇനി നോക്കിയേ, ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ. ലൈറ്റ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വാക്വം ആണ് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം. ക്ലിയർ ആണോ? ഈ 3 പോയിന്റ്സും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിനായിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇനി നോക്കിയേ, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത 3 പോയിന്റ് ആണ്, ഒപ്പേക്ക് ഒബ്ജക്റ്റ്, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. എന്താണ് ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ നല്ല രീതിയിൽ കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ട്രാൻസ്പെറന്റ് അല്ലേ? ലൈറ്റിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കടത്തിവിടുന്ന വസ്തുക്കളാണ് ട്രാൻസ്പെറന്റ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം രീതിയിൽ, അതായത് നല്ല രീതിയിലല്ല, കുറച്ച് എമൗണ്ടിൽ മാത്രം ലൈറ്റിനെ കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ട്രാൻസ്ലൂസന്റ്. ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രീതിയിലും ലൈറ്റിനെ കടത്തിവിടുന്ന ഒബ്ജക്റ്റുകളല്ല അല്ലേ? ലൈറ്റിനെ ഒരു രീതിയിലും എന്ത് ചെയ്യത്തില്ല? ഈ ഒബ്ജക്റ്റ് കടത്തിവിടത്തില്ല. അതിനെ പറയുന്ന പേരാണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കാമല്ലോ. സാൻഡ്, വുഡ്, ഇതൊക്കെ എന്താണ്? ഒപ്പേക്ക് ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആണ്. ട്രാൻസ്പെറന്റ് എന്താണ്? വാട്ടർ ഒരു ട്രാൻസ്പെറന്റ് ആണ് അല്ലെ? വെള്ളത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്താണ്? ഓയിൽ പേപ്പർ. ഓയിൽ പേപ്പർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്ലൂസന്റ് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഈ 3 പോയിന്റ്സും ക്ലിയർ ആണ്. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത 3 പോയിന്റ് ആണ്, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്, ഒപ്പേക്ക് ഒബ്ജക്റ്റ്.
ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഇന്ത്യൻ ആർമി അഗ്നിവീർ GD ട്രേഡ്സ്മാൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ചേരുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് സെക്ഷൻസ്, വീക്ക്ലി 6 days ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഡെയിലി മോക്ക് ടെസ്റ്റ്, PYQ സെക്ഷൻ, മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് ഡയറ്റ് പ്ലാൻ എല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചേരാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ സ്വപ്നം എന്ത് ചെയ്യുക? സാക്ഷാത്കരിക്കുക. ഇനി നോക്കിയേ, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്തൊരു ടേമാണ് ലൈറ്റ് ഇയർ. എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും ലൈറ്റ് ഇയർ? അതായത് ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെ പറയുന്ന പേരാണ് 1 ലൈറ്റ് ഇയർ. കേട്ടോ, പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർഷം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നോ ആ ദൂരത്തിന് പറയുന്ന പേരാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുക? ലൈറ്റ് ഇയർ എന്താണ്? ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? ലൈറ്റ് ഇയർ എന്ന് പറയുക. ഇനി നോക്കിയേ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year ആണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു. യൂണിറ്റ് നോക്കിയേ, യൂണിറ്റ് യൂസ് ടു മെഷർ ദ ലാർജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർസ് അല്ലേ? 2 സ്റ്റാറുകൾ തമ്മിലോ 2 ഗാലക്സികൾ തമ്മിലോ ഒക്കെയുള്ള ഡിസ്റ്റൻസ്, ഗാലക്സികളോ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? ലൈറ്റ് ഇയർ എന്ന് അറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രന് ഈക്വൽ ആണ്? എത്രയാണ്? 9.461 ഇൻറ്റു 10⁻15 മീറ്ററിന് ഈക്വൽ ആണ് അല്ലേ? അതുപോലെ അടുത്ത ടേം ആണ് പാർസക്ക് അല്ലേ? പാർസക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? പാർസക്ക് എന്ന് അറിയപ്പെടുക. ക്ലിയർ ആണോ? ഒരു പാർസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3.086 ഇൻറ്റു 10⁻13 കിലോമീറ്റർ ആണ്. എത്രയാണ്? 3.086 ഇൻറ്റു 10⁻13 കിലോമീറ്റർ ആണ് ഒരു പാർസക്ക് എന്ന് പറയുക. ലൈറ്റ് ഇയർ ആണെങ്കിലും പാർസക്ക് ആണെങ്കിലും എന്താണ്? ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറുകൾ തമ്മിലുള്ള, ഗാലക്സികൾ തമ്മിലോ അല്ലെങ്കിൽ സണ്ണും പ്ലാനറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂടിയായിട്ടുള്ള ലെങ്തുകൾ ഉപയോഗിക്കുക. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, അടുത്ത പോയിന്റ് ആണ് പ്രൈമറി കളേഴ്സ്. കേട്ടിട്ടുണ്ടോ? ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ് പ്രൈമറി കളേഴ്സ്. ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇത് മൂന്നുമാണ് എന്തെന്നറിയപ്പെടുക? പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ 3 പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്യും അല്ലേ? പ്രൈമറി കളേഴ്സിനെ തമ്മിൽ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി കളേഴ്സ് ലഭിക്കും. എന്താണ്? പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്ത് എന്ത് ലഭിക്കുന്നുണ്ട്? സെക്കൻഡറി കളേഴ്സ് ലഭിക്കുന്നുണ്ട്. പ്രൈമറി കളേഴ്സ് ഇതൊക്കെയാണ്, റെഡ്, ബ്ലൂവും ഗ്രീനും. ബാക്കി ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് സെക്കൻഡറി കളേഴ്സ് ഫോം ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, info@andren. ഡെയിലി മോക്ക് ടെസ്റ്റുകളും നമ്മുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള PDF-ഉം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. നോക്കി, സെക്കൻഡറി കളേഴ്സ് ആണ് നമ്മൾ പറയുക. എന്താണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞു? 2 പ്രൈമറി കളേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? സെക്കൻഡറി കളേഴ്സിനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഗ്രീനും റെഡും എന്താണ്? പ്രൈമറി കളേഴ്സ് ആണ്. ഗ്രീനും റെഡും പ്രൈമറി കളറാണ്. ഈ ഗ്രീൻ കളറിനെയും റെഡ് കളറിനെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്കൻഡറി കളറാണ് യെല്ലോ എന്ന് പറയുന്നത് അല്ലേ? യെല്ലോ കളർ എന്താണ്? ഒരു സെക്കൻഡറി കളറാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്രൈമറി കളറാണ്. റെഡും എന്താണ്? ഒരു പ്രൈമറി കളറാണ്. ബ്ലൂവും റെഡും കൂടെ എന്ത് ചെയ്യുകയാണ്? മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സെക്കൻഡറി കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മജന്തയാണ് സെക്കൻഡറി കളേഴ്സ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ തേർഡ് വൺ നോക്കിയേ, ഗ്രീനും ബ്ലൂ ഇത് രണ്ടും എന്താണ്? പ്രൈമറി കളേഴ്സ് ആണ്. ഈ പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്ത് ലഭിക്കുന്ന കളറാണ് സിയാൻ. അപ്പോൾ നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട്. യെല്ലോ, മജന്ത, സിയാൻ. ഇത് 3ഉമാണ് എന്തെന്നറിയപ്പെടുക? സെക്കൻഡറി കളേഴ്സ്.
അപ്പോൾ സെക്കൻഡറി കളേഴ്സ് ലഭിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? പ്രൈമറി കളേഴ്സ് എന്ത് ചെയ്യുക? മിക്സ് ചെയ്താണ് നമുക്ക് എന്ത് ലഭിക്കുക? സെക്കൻഡറി കളേഴ്സ് ലഭിക്കുക. പഠിച്ചു വെക്കുക. പ്രൈമറി കളേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? റെഡും ബ്ലൂവും ഗ്രീനുമാണ്. സെക്കൻഡറി കളേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? യെല്ലോ, മജന്ത, സിയാൻ. ഇത് മൂന്നും പഠിച്ചു വെച്ചേക്കുക. അതിന്റെ കൂടെ പ്രൈമറി കളറും പഠിച്ചു വെച്ചേക്കുക. ഇത് തമ്മിൽ മിക്സ് ചെയ്യുന്ന രീതിയും പഠിച്ചു വെക്കുക. സെറ്റാണോ? ഇനി നോക്കിയേ, എന്താണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ഏതാണെന്ന് നോക്കിയേ, ഗ്രീനും മജന്തയും. ഏതെങ്കിലും രണ്ട് കളേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുകയാണ്? മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് കളറാണ് ലഭിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? കോംപ്ലിമെന്ററി കളേഴ്സ് ആയിരിക്കും. റെഡും സിയാനും കൂടെ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? വൈറ്റ് ആയിരിക്കും ലഭിക്കുക. ബ്ലൂവും എല്ലയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ലഭിക്കുന്നുണ്ട്? വൈറ്റ് കളർ ലഭിക്കുന്നുണ്ട്. അന്നേരം കോംപ്ലിമെന്ററി കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും കോംപ്ലിമെന്ററി കളർ എന്ന് അറിയപ്പെടുക. ക്ലിയർ ആണോ? പ്രൈമറി കളറോ സെറ്റാണ്, സെക്കൻഡറി കളറും ക്ലിയർ ആണ്, കോംപ്ലിമെന്ററി കളേഴ്സും ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, കമ്പൈനിങ് 3 പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ വി ഗെറ്റ്. ചോദിച്ചേക്കാണ് പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡും ബ്ലൂവും ഗ്രീനും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കളറാണ് ചോദിച്ചേക്കുക. ഏതായിരിക്കും നമുക്ക് കളർ ലഭിക്കുക? ഏതാണ്? വൈറ്റ് കളറാണ് നമുക്ക് ലഭിക്കുക. 3 പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കളർ ചോദിച്ചാൽ ഏതാണ്? വൈറ്റ് കളറാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കളേഴ്സിനെയും ആഗീകരണം ചെയ്യുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ബ്ലാക്ക് ആണ് അല്ലേ? ബ്ലാക്ക് കളറാണ് എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ കളേഴ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് ആണ് എല്ലാ കളേഴ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുക അല്ലേ? പ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ് വൈറ്റ് കളറിലുള്ള പ്രകാശം, ധവളപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? ഒരു പ്രിസത്തിനകത്തോടെ എന്ത് ചെയ്തു? വൈറ്റ് ലൈറ്റിനെ കടത്തിവിട്ടപ്പോൾ സ്ക്രീനകത്ത് കണ്ടത് എന്താണ്? 7 ഘടകവർണ്ണങ്ങളാണ്. ആ ഘടകവർണ്ണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുക? വിബ്ജിയോർ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടു. വിബ്ജിയോർ എന്നുള്ള 7 നിറങ്ങൾ, അതായത് ധവളപ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്സ് എന്താണ്? 7 ഘടകവർണ്ണങ്ങളാണെന്ന് ചേർന്നാണ് കാണപ്പെടുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് എന്തെന്ന് പറയുക? സർ ഐസക് ന്യൂട്ടൺ. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇത് നോക്കിയേ, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത 3-4 ടേംസ് ഉണ്ട്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട് അല്ലേ? എക്സാം ഓറിയന്റഡ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക് ആണ്. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? റിഫ്ലക്ഷൻ ഈസ് എ ഫിനോമിന ഓഫ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് when a beam of light in a surface. എന്താണ്? ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നു? ബൗൺസ് ചെയ്ത് തിരിച്ചു പോവുകയാണ്. ഒരു സർഫസിൽ ഒരു ലൈറ്റ് വന്ന് വീണിട്ട് എന്ത് ചെയ്യുകയാണ്? തിരിച്ച് ബൗൺസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. തിരിഞ്ഞു പോകരുത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസ് ബാക്ക് ആണ്. തിരിച്ചെന്ത് ചെയ്യാണ്? ബൗൺസ് ചെയ്ത് പോവുകയാണ്. ഈ ഒരു പ്രോസസ്സ്, ലൈറ്റിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഡൗട്ട് ഒന്നും ഇല്ല? റിഫ്ലക്ഷൻ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന 2 ലോസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഈ ഒരു ഡയഗ്രാം കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഡയഗ്രാം അറിയാം. ലോ ഓഫ് റിഫ്ലക്ഷൻ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ അല്ലെ? സെയിം പ്ലെയിനിലായിരിക്കും ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും കാണപ്പെടുക. നോക്കിയേ, ഈ ഡയഗ്രാം നോക്കിയേ. നമ്മളൊരു സ്മൂത്ത് സർഫസ് എടുത്തു അല്ലെ? ഒരു സ്മൂത്ത് സർഫസ് എടുത്തു. ഈ സ്മൂത്ത് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രകാശത്തെ എന്ത് ചെയ്യുകയാണ്? വന്ന് വീഴുകയാണ്. ആ വന്ന് വീഴുന്ന റേ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. എന്താണ്? ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ ആണ് നമ്മൾ അതിനെ അറിയപ്പെടുക. ഇനി നോക്കിയേ, പ്രകാശം എന്ത് ചെയ്തു? ഒരു സ്മൂത്ത് സർഫസിൽ വന്ന് വീണു. അവിടെ നിന്ന് എന്ത് ചെയ്തു? തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോയി അല്ലേ? ആ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത റേ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. എന്താണ്? റിഫ്ലക്റ്റഡ് റേ. അന്നേരം ഇൻസിഡന്റ് റേയും സെറ്റ് ആണ്, റിഫ്ലക്റ്റഡ് റേയും സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇമാജിനറി ലൈൻ കൊണ്ട് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് നോർമൽ എന്ന് പറയുക. എന്താണ്? നോർമൽ എന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ. ഇൻസിഡന്റ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മോൾ ലെറ്റർ ഐ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റർ റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റിംഗ് ആംഗിൾ. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മോൾ ലെറ്റർ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റർ റേയും നോർമലും എന്തായിരിക്കും? സെയിം പ്ലെയിനിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള റിഫ്ലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ലോസ്. അങ്ങനെയാണ് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം നമുക്ക്. അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് RPF കോൺസ്റ്റബിൾ, CISF കോൺസ്റ്റബിൾ, ഫയർമാൻ, അഗ്നിവീർ GD ട്രേഡ്സ്മാൻ, അഗ്നിവീർ OA ടെക്, ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ്, നേവി SSR MR, കോസ്റ്റ് ഗാർഡ് എന്നീ കോഴ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, റിഫ്രാക്ഷൻ. എന്തായിരിക്കും റിഫ്രാക്ഷൻ നോക്കിയേ. റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് when a ray of light travel from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് അനദർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് കാണപ്പെടും. ഈ ഒരു റിയാക്ഷനെ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? റിഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ലൈറ്റ് ബെൻഡ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സാണ് പറയുന്നെങ്കിൽ അത് എന്തായിരിക്കും? റിഫ്രാക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തേം കൂടെ നോക്കാം. ഇനി നോക്കിയേ, അടുത്തൊരു ലൈറ്റിന്റെ പ്രോസസ്സാണ് ഇന്റർഫറൻസ്. ഓക്കെ, എന്തായിരിക്കും ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി വെൻ ടു ഓർ മോർ ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ടു ഈച്ച് അതർ ഇൻ കോൾഡ് ഇന്റർഫറൻസ്. എന്താണ്? ലൈറ്റ് എന്താണ്? കൂടിക്കലർന്ന രീതിയിൽ കാണപ്പെടുകയാണെങ്കിൽ അത് ഏത് പ്രോസസ്സ്? ഇന്റർഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. സോപ്പ് ബബിളിൽ കാണപ്പെടുന്ന പല നിറങ്ങൾക്ക് കാരണം ലൈറ്റിന്റെ ഏത് പ്രോസസ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അല്ലെ? ലൈറ്റിന്റെ ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അതിന് കാരണമായിട്ടുള്ളത്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുക. എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഇന്റർഫറൻസ് എന്ന് ചോദിക്കില്ല. ആപ്ലിക്കേഷൻ ലെവലിലായിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നോക്കിയേ, ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. എന്താണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ ചെന്ന് എന്ത് ചെയ്യുകയാണ്? തട്ടിയിട്ട് എന്ത് ചെയ്യും? ചിന്നി ചിതറിപ്പോകും അല്ലേ? പല സ്ഥലത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചിതറിപ്പോകുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലേ? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. എന്താണ്? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ലൈറ്റിന്റെ ഏത് പ്രതിഭാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്കാറ്ററിംഗ് ആണ്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൺറൈസിലും സൺസെറ്റിലും എന്താണ്? ആകാശം അല്ലെങ്കിൽ എന്താണ്? റെഡ് കളറിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റിന്റെ സ്കാറ്ററിംഗ് എന്നുള്ള പ്രോസസ്സ് കൊണ്ടാണ് ഈ രണ്ട് കളേഴ്സും കാണപ്പെടുക. ഓക്കെയാണ്? ക്ലിയർ ആണല്ലോ? ലൈറ്റിന്റെ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ആയി തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.